നമസ്കാരം. പുതിയ ഒരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് പറയാൻ പോകുന്നത് നമ്മുടെ വീടുകളിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ചാണ്. നമ്മുടെ വീടിൻ്റെ നട്ടെല്ല് എന്ന് പറയുന്നത് ആ വീട്ടിലെ ഗൃഹനാഥയാണ്. അപ്പോൾ ആ വീട്ടിലെ സ്ത്രീകൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളും ആ വീട്ടിൽ അടുക്കും ചിട്ടയോടും കൂടി ഒരു കുടുംബനാഥ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തെല്ലാമാണ് എന്ന് നമുക്ക് നോക്കാം. നമ്മുടെ ജീവിതത്തിൽ ഐശ്വര്യം വരുന്നതിനു വേണ്ടി അടുക്കും ചിട്ടയോടും കൂടി ശ്രദ്ധിക്കേണ്ട 6 കാര്യങ്ങളെക്കുറിച്ചാണ് പറയുന്നത്. തീർച്ചയായിട്ടും ഈ 6 കാര്യങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ എന്തൊക്കെ കാര്യങ്ങളാണ് വരാൻ പോകുന്നത്, നമ്മുടെ ജീവിതത്തിൽ എന്തെല്ലാം മാറ്റങ്ങളാണ് ഉണ്ടാകാൻ പോകുന്നത് എന്ന് നമുക്ക് നോക്കാം. ഈ 6 കാര്യങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ആ വീട്ടിൽ സർവ്വ ഐശ്വര്യവും സമ്പദ് സമൃദ്ധിയും ഉണ്ടാകും എന്നതിൽ യാതൊരു സംശയവുമില്ല. അതിലെ ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് രാവിലെ നേരത്തെ എഴുന്നേൽക്കുക എന്നത്. അതായത് സൂര്യൻ ഉദിക്കുന്നതിന് മുൻപ് പ്രത്യേകിച്ച് ബ്രഹ്മമുഹൂർത്ത സമയത്ത് എഴുന്നേൽക്കുക. ഏകദേശം 5:30 മണിക്ക് മുൻപായി എഴുന്നേറ്റ് ദിവസവും കുളി കഴിഞ്ഞ് പ്രാർത്ഥന കൂടി ചെയ്യുകയാണെങ്കിൽ ആ വീട്ടിലെ വിളക്ക് നിങ്ങൾ തന്നെയാണ്. രാവിലെ എഴുന്നേറ്റ് ഇക്കാര്യങ്ങൾ ചെയ്യുകയാണെങ്കിൽ ആ വീട്ടിലേക്ക് സർവ്വ ഐശ്വര്യങ്ങളും കടന്നു വരും എന്നതിൽ യാതൊരു സംശയവുമില്ല. സൂര്യൻ ഉദിച്ചതിനു ശേഷം സ്ത്രീകൾ കിടന്നുറങ്ങുകയാണെങ്കിൽ ആ വീട്ടിൽ വളരെയധികം നെഗറ്റീവ് ഊർജം ഉണ്ടാകുന്നതിന് കാരണമാകുന്നു. ജോലിക്ക് പോകുന്നവരാണെങ്കിൽ സൺഡേ നമുക്ക് ഓഫാണ്, അന്നത്തെ ദിവസം റെസ്റ്റ് എടുക്കാം എന്നൊക്കെ വിചാരിക്കും. എങ്കിലും രാവിലെ നേരത്തെ എഴുന്നേൽക്കാൻ ശ്രദ്ധിക്കുക. ഇനി രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് നമ്മൾ കുളിയെല്ലാം കഴിഞ്ഞ് പ്രാർത്ഥനയെല്ലാം കഴിഞ്ഞ് നമ്മൾ അടുക്കളയിലേക്ക് കയറുന്ന സമയത്ത് വളരെ പ്രാർത്ഥനയോടുകൂടി തന്നെ കയറേണ്ടതാണ്. അടുക്കളയിൽ കയറുന്ന സമയത്ത് നല്ല ചിന്തയോടുകൂടി കയറാൻ ശ്രമിക്കുക. അതുപോലെ ഭക്ഷണം ഉണ്ടാക്കുന്ന സമയത്ത് വെള്ളം തിളച്ച് അരിയിടുന്ന സമയത്ത് ഓം നമോ നാരായണ എന്ന നാമം പറഞ്ഞ് ഭഗവാനെ മനസ്സിൽ വിചാരിച്ച് 1 മണി അരി പോലും വെളിയിൽ കളയാതെ അരി അടുപ്പിലുള്ള കലത്തിലേക്ക് ഇടുക. 1 മണി അരി പോലും താഴെ പോകാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. ഇനി മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് അടുക്കളയിൽ നിൽക്കുന്ന സമയത്ത് നല്ല മനസ്സോടുകൂടി നിൽക്കുക. അടുക്കളയിൽ ഏറ്റവും കൂടുതൽ ദൈവിക സാന്നിധ്യമുള്ള സ്ഥലമാണ്. ഒരു കാരണവശാലും അടുക്കളയിൽ നിൽക്കുന്ന സമയത്ത് മറ്റുള്ളവരെ കുറ്റം പറയുകയോ വഴക്കു കൂടുകയോ ചെയ്യരുത്. നമ്മുടെ വീട്ടിലുള്ളവരുടെ ആരോഗ്യം നമ്മുടെ കയ്യിലാണ്. അതുകൊണ്ട് അടുക്കളയിൽ പാചകം ചെയ്യുന്ന സമയത്ത് ഇക്കാര്യങ്ങൾ ഒരിക്കലും ചെയ്യരുത്. എല്ലാവരും അടുക്കളയിൽ നിൽക്കുന്ന സമയത്ത് നല്ല മനസ്സോടുകൂടി നിൽക്കാൻ ശ്രദ്ധിക്കുക. നാലാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ പ്രാർത്ഥനയാണ്. നമ്മുടെ ജീവിതത്തിൽ ദിവസവും പ്രാർത്ഥന ഉൾപ്പെടുത്തുക. അത് ജീവിതത്തിൻ്റെ ഒരു ഭാഗമാക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. നിത്യജീവിതത്തിൽ പ്രാർത്ഥന നിർബന്ധമാക്കുക. ഇനി 5ാമത്തെ കാര്യം എന്ന് പറയുന്നത് നമ്മൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. നമ്മുടെ അടുക്കളയിലുള്ള സിങ്ക്, ഫ്രിഡ്ജ്, പാത്രങ്ങൾ എന്നിവ വൃത്തിയാക്കി വയ്ക്കുക. അല്ലെങ്കിൽ എപ്പോഴും രോഗം ഉണ്ടാകുന്നത് അടുക്കളയിൽ നിന്നാണ് എന്ന് നിങ്ങൾക്കറിയാലോ. അതുകൊണ്ട് അടുക്കളയിൽ പെരുമാറുന്ന എല്ലാ സാധനങ്ങളും വളരെ വൃത്തിയായി തന്നെ സൂക്ഷിക്കാൻ ശ്രദ്ധിക്കുക. അതുപോലെ ആഹാരം അമൂല്യമാണ്. ആഹാരം വേസ്റ്റ് ആക്കുന്നിടത്ത് മഹാലക്ഷ്മി ഉണ്ടാവില്ല എന്നാണ് പറയാറുള്ളത്. അതുകൊണ്ട് ഒരിക്കലും ആഹാരം പാഴാക്കരുത്. ആഹാരം അമൂല്യമാണ്, വേസ്റ്റാക്കരുത്. ഭക്ഷണം വേസ്റ്റാക്കുന്ന വീട്ടിൽ മഹാലക്ഷ്മി ഉണ്ടാവില്ല എന്നാണ് പറയാറുള്ളത്. അപ്പോൾ ഭക്ഷണം ഉണ്ടാക്കുന്ന സമയത്ത് ആവശ്യത്തിന് മാത്രം ഭക്ഷണം ഉണ്ടാക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. ഇനി 6ാമത്തെ കാര്യം എന്ന് പറയുന്നത് ഉറങ്ങാൻ പോകുന്നതിന് മുൻപ് നിങ്ങൾ തീർച്ചയായിട്ടും ചെയ്യേണ്ട കാര്യമാണ്. അടുക്കള വൃത്തിയായി സൂക്ഷിക്കുക എന്നത്. അടുക്കള വൃത്തിയാക്കിയതിന് ശേഷം നിങ്ങൾക്ക് കുറച്ച് ഉപ്പും മഞ്ഞപ്പൊടിയും ചേർത്ത് അടുക്കള വൃത്തിയായി തുടയ്ക്കുന്നത് നല്ലതായിരിക്കും. അത് മഹാലക്ഷ്മിയുടെ സാന്നിധ്യം നിങ്ങളുടെ വീട്ടിൽ ഉണ്ടാക്കാൻ വളരെ പ്രയോജനകരമായിരിക്കും. ഇനി ഉപ്പും മഞ്ഞപ്പൊടിയും ഉപയോഗിച്ച് അടുക്കള തുടയ്ക്കാൻ സാധിച്ചില്ലെങ്കിൽ ഒരു കർപ്പൂരം അടുക്കളയിൽ കത്തിച്ച് വയ്ക്കുക. കർപ്പൂരം അണഞ്ഞതിന് ശേഷം നിങ്ങൾക്ക് കിടക്കാൻ പോകാവുന്നതാണ്. അതുകൊണ്ട് അടുക്കള എപ്പോഴും നീറ്റായും വൃത്തിയായും സൂക്ഷിക്കുക. ഇത്രയും കാര്യങ്ങൾ ദിനംപ്രതി ശ്രദ്ധിക്കുകയാണെങ്കിൽ നിങ്ങളുടെ വീട്ടിൽ വളരെയധികം ഗുണങ്ങൾ ഉണ്ടാകും എന്നതിൽ യാതൊരു സംശയവുമില്ല. കിടക്കുന്നതിന് മുൻപ് വളരെയധികം വൃത്തിയോടും ശുദ്ധിയോടും കൂടി അടുക്കളയെ സൂക്ഷിക്കുക. ഇക്കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ നിങ്ങളുടെ വീട്ടിൽ ധനവും ഐശ്വര്യവും സമ്പത്തും എല്ലാം വന്നു ചേരും. നിങ്ങളുടെ ജീവിതത്തിൽ ഉയർച്ച ഉണ്ടാകും. ഇക്കാര്യങ്ങൾ എല്ലാവരും ഒന്ന് ചെയ്തു നോക്കൂ. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.